الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യ സത്യവിശ്വാസി വിശ്വാസിനിമാരെ സഹോദര സഹോദരിമാരെ അല്ലാഹുവേ നിയമ നിർദ്ദേശന ജീവനത്തിലെ എല്ലാ സന്ദർഭത്തിലും സൂക്ഷിച്ചിട്ട് ഇനി ലഭിക്കപ്പെട്ടതായ കുറഞ്ഞ ആയുസ്സിൽ ഏറ്റവും നല്ല തഖ്വത്തൊಟ್ಟಿಗೆ മുന്നൽക്കും പോനോ ചെന്ത് ಸ್ವಂತ ನಫ್ಸರೆ ಮರಕ್ಕಾಂಟು ಉಡಕೂಡಿಯದಾಯಿ ಓರೋ ವಿಶ್ವಾಸಿನಿಮಾರೊಟ್ಟಿಗೆ ನಾನು ವಸಿಯತ್ತಾಕ್ಕೊಂಡುಳ್ಳೆ ഉപദേശാക്കിക്കൊണ്ടുള്ളേ അല്ലാഹു സുബ്ഹാനഹു തആല ആ നിലക്ക് ജീവിക്കുകയും മരിക്കുന്നതായ സന്ദർഭത്തിൽ ഈമാനോട് കൂടി മരിക്കുകയും നാളെ പരലോകത്തിൽ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒറ്റയ്ക്ക് സേറുകൊള്ളതായ മഹാസൗഭാഗ്യ റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്കെല്ലാവർക്കും തന്നു അനുഗ്രഹിക്കുമാറാവട്ടെ. 2003 വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ച തിക്കറ് ജുമുഅ തിക്കറ് ഇണ്ട് നടക്കുക പോണ്ടത്.
ഒരു പുതിയ ഒരു വർഷത്തേക്ക് ഏതാനും മണിക്കൂർ 2 ദിവസത്തെ അന്തര മാത്രമായി തിക്കറ് ഞങ്ങളുടെ മുന്നിലുള്ളേ 2003 2023 2024 വർഷത്തേക്ക് ഇൻഷാ അല്ലാഹ് ഒരു 2-4 കഴിഞ്ഞിട്ടായെങ്കിൽ ഞങ്ങൾ കടക്കുകൊണ്ടു ലോകത്തുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾമാർ ഈ ഒരു പുതിയ വർഷത്തേക്ക് വേനായിട്ട് പണം ചെലവാക്കിയിട്ട് ലക്ഷങ്ങൾ കോടികൾ ചെലവാക്കിയിട്ട് പുതിയ പുതിയ സംരംഭങ്ങൾ ആഘോഷങ്ങൾ എന്തെല്ലാം ആക്കാച്ചെന്ത് പ്ലാനിങ് ആക്കിക്കൊണ്ടുള്ളതായ ഒരു സന്ദർഭമായി തിക്കറ് കച്ചവടക്കാർ അങ്ങനെ ഷോപ്പിലും ഏതെല്ലാം നിലക്ക് ബണ്ടതായ കസ്റ്റമർക്ക് ഓഫർ കൊടുക്കാച്ചെന്ത് തീരുമാനിച്ചുകൊണ്ടുള്ളതായ ഒരു സന്ദർഭം കൂടിയായി തിക്കറ് ഈ സന്ദർഭം ഏതെല്ലാം സ്ഥാപനങ്ങളുണ്ട് സ്കൂളാവട്ട് അതുപോലെ കോളേജ് ബാറ് പബ് അതുപോലെ ഹോട്ടൽസ് എല്ലാം ബുക്കിംഗ് ആയിട്ട് കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധ്യ പുതിയ പുതിയ പാർട്ടിയും ഡാൻസും മദ്യവും മയക്കുമരുന്നും ഏതെല്ലാം രൂപത്തിൽ ചെലവാവു ചെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു സന്ദർഭമായി തിക്കറ് എന്തായി തിക്കറ് വിശ്വാസിമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പുതിയ ഒരു വർഷവർമ്മത്തുകു എന്തായി തിക്കറ് വിശ്വാസിയുടെ നിലപാട് എന്തായി തിക്കറ് പുതിയ ഒരു വർഷ കൊണ്ടുത്തു എന്ത് നേട്ടമായി തിക്കറ് ജനങ്ങൾക്ക് ഉണ്ടാവുക പോണ്ടത് കഴിഞ്ഞ ഒരു വർഷ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു ആയുസ് കൊറോടിയായിട്ട് പോണ്ടത് ഈ ഒരു ആയുസ് കൊറോടിയാകുമ്പോഴത്തേക്കു സന്തോഷിക്കുന്നതായ ഒരു വിഭാഗം ഇന്നുണ്ടായെങ്കിൽ അത് മനുഷ്യവർഗം മാത്രമായി തിക്കണം ജീവിതത്തിൽ ഒരു ആയുസ് കൊറോടിയായി പോയിട്ട് ഈ ലോകത്ത് നൻ്റെ ആയുസ് ഒന്ന് കൊറോടിയായിരു മരണത്തോട് കൂടിയിട്ട് മരണത്തുക്ക് ഞാൻ അടുത്തോണ്ടുള്ള ചിലരതായ ഈ ഒരു സന്ദർഭ ആഘോഷമാക്കുന്നത് മനുഷ്യവർഗനല്ലാണ്ട് വേറെ ഒരു വർഗത്തുക്കും സാധ്യമാവില്ല സാധാരണ ഒന്ന് മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചെങ്കിൽ മതിയോ ഞങ്ങളെ പോക്കറ്റിൽ പള്ളിയിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് 1 ലക്ഷം ഞങ്ങളെ പോക്കറ്റിൽ നിന്നിട്ട് വിചാരിക്കാം ഔത്തുകു പോയിട്ട് എത്തി നോക്കുമ്പോഴത്തേക്കു എണ്ണി നോക്കുമ്പോഴത്തേക്കു അതിൽ 1000 ഉപ്പര കൊറോടി കാണ്ട് ബുദ്ധിയുള്ളതായ മനുഷ്യ എന്തായി തിക്കറ് ചിന്തിക്കുന്നത് ഓടെങ്കിൽ ബൂന്നറാച്ചെന്ത് അന്വേഷിക്കൂ ഓടെങ്കിൽ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഓടെങ്കിൽ ബൂന്നറാച്ചെന്ത് അന്വേഷിച്ചിട്ടാണ് പോവാൻ മനസ്സിക്ക് ബേജാറാവുന്നതായ ആൾമാർ അതിൽ വെപ്രാളപ്പെടുവാർ ബേജാറാവുവാർ ഒരു 1000 ഉപ്പ നഷ്ടപ്പെട്ടു പോയിട്ടല്ലേ ചെന്ത് അതല്ല ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യന് നൻ്റെ 1000 ഉപ്പ നഷ്ടപ്പെട്ടു പോയിരു ചെന്ത് സന്തോഷിക്കുന്നതായ ആഘോഷിക്കുന്നതായ ഒരു ജനവിഭാഗം ഇന്നുണ്ടായെങ്കിൽ അത് ഇത്തരത്തിലുള്ള മനുഷ്യന്മാർ മാത്രമായി തിക്കറ് നഷ്ടപ്പെട്ടതിൽ സന്തോഷിക്കുന്നതായ ആൾമാർ അല്ലാഹു സുബ്ഹാനഹു തആല ചില മനുഷ്യന്മാരെ കുറിച്ച് പടിപാട്ടി തണ്ടത് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ അൻക്ക് ചിന്തിക്കുള്ളതായ ഹൃദയമുണ്ട് പക്ഷെ ചിന്തിക്കില്ല വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ അൻക്ക് കാതുണ്ടു പക്ഷെ കാതുകൊണ്ടൊത്തു കേട്ട് മനസ്സിലാക്കുക സാധ്യാവില്ല വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ അൻക്ക് കണ്ണുണ്ടു കണ്ണ് കാണാത്തതുപോലെ നടിക്കുന്നതായ ആൾമാർ ഉലൈക കൽ അൻആം
അങ്ങനെ പേരായി തിക്കറ് നാൽക്കാലി വർഗ ജാനുവർ വർഗ ബൽഹും അതൽ അതിരെ കാട്ടി അതപതിച്ചു പോയതായ ജനവിഭാഗ ചെന്നിട്ടായെങ്കിൽ ഇത്തരത്തിലുള്ള നഷ്ടത്തില് ബേജാറില് സന്തോഷിക്കുന്നതായ ആൽമാറ് ചെന്ന് വിശുദ്ധ ഖുർആനിലെ ആ ഒരു വചന ആ ഒരു വർണ്ണന നിങ്ങൾ മനസ്സിലാക്കണോ. ഒരു വിശ്വാസിക്ക് ഇത് വർക്കത്തുക്കും ആഘോഷിക്കുള്ളതല്ല, വിശ്വാസിക്ക് ആഘോഷിക്കുള്ളതല്ല. പുതിയ ഒരു വർഷവർമ്മത്തുക്കു ജാവുകു 12 ಗಂಟೆ ಎಂಚಿತ್ತು ഡാൻസും പാട്ടും മയക്കുമരുന്നും മദ്യവും ഉപയോഗിച്ചിട്ട് ആഘോഷിക്കുന്നതായ ആൽമാർ ഒരു വിശ്വാസിക്ക് ഇത് യോജിക്കൂ, ഇതിരൊಟ್ಟಿಗೆ സഹകരിക്കൂ സാധ്യമല്ല. അവന്റെ ജീവിതത്തിൽ സന്തോഷ ചെല്ലത് എപ്പായിത്തിക്കറ്, ജീവിതത്തിൽ സന്തോഷമുണ്ടാവുന്നത്, മനസ്സിക്ക് സമാധാനമുണ്ടാവുന്നത് എപ്പായിത്തിക്കറ് വിശുദ്ധ ഖുർആൻ പടിപാട്ടിത്തണ്ട്. എപ്പോഴായിത്തിക്കറ് അവന് സന്തോഷിക്കണായത്? കഴിഞ്ഞ 2023 വർഷ കഴിഞ്ഞു പോകുമ്പോഴത്തേക്കു മനസ്സിക്ക് സമാധാനമുണ്ടാവുന്നക്ക് ನಾನು എൻ്റെ ಎಲ್ಲ കൃത്യമായിട്ട് ഇബാദത്തുകൾ കൃത്യമായിട്ട് നിർവഹിക്കുക നണ്ട കൊണ്ടു സാധ്യ ആയിര്. ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടുത്താമാറ് ഇബാദത്തെടുക്കുക നണ്ട കൊണ്ടു സാധ്യ ആയിര്. നന്റെ സമ്പത്തില് അല്ലാഹുര മാർഗത്തിൽ ചെലവാക്കുക കഴിഞ്ഞ വർഷനക്ക് സാധ്യമായിര്. ഒരുപാട് ദഅ്വാരംഗത്തിൽ പ്രവർത്തിക്കൂ നണ്ട കൊണ്ടു സാധ്യ ആയിര്. ഒരുപാട് ആരാധന കർമ്മങ്ങൾ നിർവഹിക്കൂ നണ്ട കൊണ്ടു സാധ്യ ആയിര്. ചന്ത മനസ്സിಗೆ സമാധാന ആർಗುಂಡ ಅವನಿಗಾಯ್ತಿಕ್ಕರು ಯಥಾರ್ಥത്തിൽ ಕೊಸಿ ഉണ്ടാവനായത്. ശുദ്ധ ഖുർആൻ ಅದಕ್ಕೆ ಸೂಚന ತಂತು, ಯಾ ಅಯ್ಯುಹಲ್ ಇನ್ಸಾನ್, ಓ ಮನುಷ್ಯ, ಇನ್ನಕ ಕಾದಿಹುನ್ ಇಲಾ റബ്ബിക കദ്ഹൻ ഫമുലാഖി, നീ ഏറ്റവും നല്ല കഠിനാധ്വാനമാക്കിത്ത് റബ്ബുറെ കണ്ടുമുട്ടുറവനായിത്തിക്കറ. നീನು ഏറ്റവും കഠിനാധ്വാന നിക്ക് വേണം നിന്റെ ജീവനത്തില്. ഏറ്റവും കഠിനാധ്വാന അമലു സാലിഹാത്ത് നിന്റെ മുട്ടബേനോ. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി, നാളെ റബ്ബുറ മുട്ട കണ്ടുമുട്ടുമൊത്തുകു. റബ്ബു സുബ്ഹാനഹു തആല സന്തോഷമായിട്ട് ബൽത്തെ കയ്യിൽ ഞങ്ങളെ പ്രതിഫല തർമ്മത്തുകു, കിതാബ് തർമ്മത്തുകു. ആ ഏറ്റവും നേടിയെടുത്ത ഏറ്റവും നല്ല സുന്ദരമായിട്ടുള്ള ഇബാദത്താക്കിയേ നക്ക് റബ്ബു സുബ്ഹാനഹു തആല ബൽത്തെ കയ്യിൽ കിതാബ് തർമ്മത്തുകു. ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ, ഏറ്റവും നല്ല ഹിസാബ്, ഈസി ആയിട്ടുള്ള ഹിസാബ് നേടുകയുള്ളതായ പെർമിഷൻ കിട്ടുമ്പോഴത്തേക്കു വയൻകലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ, അവനായിത്തിക്കറ് ഏറ്റവും സന്തോഷത്തിൽ. ഹാ ഉമുഖ്റഉ കിതാബിയ, എന്തൊരു നല്ലൊരു കിതാബായിത്തിക്കറ് ചെന്ത് സന്തോഷിച്ചിട്ട് ആഹ്ലാദിച്ചിട്ട് തൻ്റെ കുടുംബത്തൊട്ടിಗೆ വയൻകലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, സന്തോഷത്തിൽ ഓടിപ്പോണ്ടതായ ആ വ്യക്തി ആരുണ്ടു? അവനുകായിത്തിക്കറ് സന്തോഷമുള്ളത്. ജീവിതത്തിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞിപ്പോമ്പത്തേക്കു സന്തോഷമുണ്ടാവുറവന് അവനായിത്തിക്കറാണ് മനസ്സമാധാനം. ഞാൻ ഏറ്റവും നല്ല പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിച്ചെന്ന് ആലോചിக்கிறവനുകായിത്തിക്കറ് ഏറ്റവും വലിയ സന്തോഷമുണ്ടാവുള്ളത്. അതല്ല തോന്നിവാസത്തിൽ ജീവിച്ചതായ ആൾമാർ വീണ്ടും വീണ്ടും എൻ്റെ ഒരു വർഷം കഴിഞ്ഞു പോയിട്ട് ഇനിയും ഞാൻ ആഘോഷിക്കിற കഴിഞ്ഞ ലൈഫ് പോയിട്ട് ഇനിയൊരു പുതിയ ജീവന ബണ്ട് ചെന്ന് ആഘോഷിக்கிறതായ ആൾമാർ ഏറ്റവും വലിയ വിഡ്ഢിയായി തിക്കറ് ചെന്ന് മനസ്സിലാക്കുന്നു. പല ആൾമാരുണ്ട്, മുസ്ലിം സഹോദരന്മാർ പല ആൾമാർ ഈ ഒരു ആഘോഷിக்கிறതായ ആൾമാർ. ഇത് ശിർക്കും ബിദ്അത്തും കുഫ്റും എന്തും ഇല്ലല്ലേ ചെന്ന് തൗഹീദുള്ളതായ ആൾമാർ പോലും ഇത് ആഘോഷിക്കാറ്. ചില സ്കൂളിലാവട്ടെ കോളേജിലാവട്ടെ ചില ആൾമാർ മറ്റുള്ള മുസ്ലിമീങ്ങളായതായ ഏതെങ്കിലും ഫെസ്റ്റിവൽ വരുമ്പോഴത്തേക്കു ആഘോഷിக்கிறതായ ആൾമാരുണ്ട്. തൗഹീദുള്ള ആൾമാർ അല്ലേ, വേറെ ആരുമല്ല, തൗഹീദുള്ള ആൾമാർ പോലും ഓണം വരുമ്പോഴത്തേക്കു അതിരൊട്ടിಗೆ അത് ആ ഒരു ഡ്രസ് ഇട്ടിട്ട് ആഘോഷിக்கிறതായ ആൾമാർ. ഇണ്ട് ഓണല്ലേ, ഞാൻ ആ വെളുത്ത സാരിയുമെന്ന് ഇട്ട് തന്നു സ്കൂളുകളിലൊന്ന് പോയിട്ട് നടന്നിട്ട് വേണ്ടേ,
അല്ലെങ്കിൽ ക്രിസ്മസ് ಬರ್ಮತ್ತುಗು ഏതെങ്കിലും ഒരു കേക്ക് വന്നിട്ട് തൻ്റെ സഹ പ്രവർത്തകന്മാർക്ക് കേക്കെല്ലാം മുറിച്ച് കൊടുക്കുറേ. തൗഹീദുള്ളതായ ആൾമാർ, മാനേജ്മെൻറ്റുള്ള ആൾമാർ മനസ്സിലാക്കുന്നു. ധാര സംസ്കാര പുതിയ ഒരു ആഘോഷ ಬರ್ಮತ್ತುಗು അത് സപ്പോർട്ടാക്കി നിൽക്കുന്നതായ ആൾമാർ അല്ല മനസ്സിൽ ഒരു സപ്പോർട്ട് പോലും ഉണ്ടാവുക തീരാ വിശ്വാസിമാർക്ക് ഇത്തരത്തിലുള്ള നിലപാട് വേണം. നിനക്ക് വിശ്വാസിമാർക്ക് നിലപാടുണ്ടോ അല്ലെ? ഇതിൻ്റെ പല ചർച്ച ആയിട്ടുണ്ടു. കേക്ക് മുറിക്കുന്ന വിഷയത്തിൽ, ക്രിസ്മസ് ആശംസയുടെ വിഷയത്തിൽ കേരളത്തിൽ വലിയ ചർച്ച ആയിത്തിക്കറ് അല്ലേ? അത് പാടില്ല ചെന്നത് എല്ലാവരും എതിർക്കും മീഡിയ ഉണ്ടു. അങ്ങനെ ആഘോഷിക്കും സപ്പോർട്ടാക്കാത്തതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നതായ ആൾമാർ നിലപാടുണ്ട്. നമുക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് ഞങ്ങളെ നിലപാട് പടിപാട്ടിയൊരു വിശ്വാസിക്ക് ഞങ്ങളെ ആരാധന അത് കൃത്യമായി തിക്കറ് ആറൊട്ടികയും സപ്പോർട്ടാക്കിയുള്ളതുള്ളതല്ല, യോജിച്ചു പോണ്ടതുള്ളതല്ല, കോൺഫർമൈസില്ല, പരസ്പര ഒന്നാണിക്കാക്കിട്ട് പോകുള്ളതല്ല, സൗഹാർദ്ദ ഇബാദത്തൊരു വിഷയത്തിലില്ല. മക്കയിലുള്ള മുശ്രീഖീങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊട്ടിಗೆ വന്നിട്ട് ചെന്നാറ്, അല്ല മുഹമ്മദേ നിന്റെ ദീന് നല്ല ഉണ്ടു, അതുകൊണ്ടു നിന്റെ നല്ലതിന്നുണ്ടായെങ്കിൽ ഞങ്ങൾ നല്ലത് സ്വീകരിക്കുക, നീ ഞങ്ങളെ ഇബാദത്തുക്ക് വന്നിട്ട് സപ്പോർട്ടാക്കണോ, ഞങ്ങളിൽ നിന്ന് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്, നല്ലതിന്നുണ്ടായെങ്കിൽ നിങ്ങൾ അത് സ്വീകരിക്കാം, അതല്ല നിന്റെ പക്കൽ നിന്ന് നിന്റെ ആരാധനയിൽ ഞങ്ങൾക്കും നല്ലത് കണ്ടിട്ടായെങ്കിൽ ഞങ്ങളും അത് സ്വീകരിക്കുക, അതുകൊണ്ടൊത്ത് ഞങ്ങളെ ആരാധനക്ക് നീ സപ്പോർട്ടാക്കി നിൽക്കണോ, നിങ്ങളെ ആരാധനക്ക് ഞങ്ങളും സപ്പോർട്ടായി നിൽക്കുക, ഞങ്ങളും ആരാധനാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലപാട് വ്യക്തമാക്കി പടിപാട്ടി കൊടുക്കൂ. ഞങ്ങൾ മനസ്സിലാക്കിയ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, കാഫിരീങ്ങളെ മനസ്സിലാക്കൂ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധനാക്കുന്നത് ഞാൻ ആരാധനാക്കില്ല, വല അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധനാക്കുന്നത് നിങ്ങളും ആരാധനാക്കില്ല, പടിപാട്ടി കൊടുക്കൂ. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളെ മത നിങ്ങളെ ദീൻ, വലിയ ദീൻ നക്ക് നൻ്റെ ദീനുണ്ടു, നല്ല ഒരു ആദർശമുണ്ടു, അതിരൊട്ടിಗೆ സപ്പോർട്ടാക്കിയത് യോജിച്ചു പോകുക സാധ്യമല്ല. ഇപ്പം ഇത്തരത്തിലുള്ള ആചാരങ്ങൾ വിശ്വാസിമാരെ ഇടയിൽ വ്യാപകമായിട്ട് വന്നിട്ടുണ്ട്. പുതിയ തലമുറ എന്ത് കിട്ടിയിട്ടായെങ്കിലും ഓണപർമ്മത്തും ഏത് സ്കൂളും കോളേജും മെഡിക്കൽ കോളേജും എല്ലാം നോക്കോർ പോയിട്ട് ಅದಕ್ಕೆ ಬೇನಾಯ್ತು ಅವ್ರನ್ನ ಆಳು പ്രത്യേകമായിട്ടുള്ള ഡ്രസ് കോഡെല്ലാം ഇട്ടിട്ട് അല്ലേ സഹോദര സഹോദരിമാരെല്ലാം ഡാൻസും പാട്ടുമെല്ലാം ആക്കിയിട്ട് നടക്കുന്നതായിട്ട് നമുക്ക് കാണുമ്പോൾ സാധ്യ. ആരെ സംസ്കാരമായിട്ടിക്കറ് യഹൂദിമാരെയും നസ്രാനിമാരെ സംസ്കാര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ത് ലതത്തബിഅന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാ, ചാണുക ചാണായിട്ട് അല്ലേ അടികി ഓരോ അടിക്ക് അങ്ങനെ സ്റ്റെപ്പ് നിങ്ങൾ പിന്തുടരുവാറ്, അങ്ങനെ നിങ്ങൾ ഫോളോ ആക്കുവാറ്. ഏത് മാർഗത്തു പോയിട്ടായെങ്കിലും ഏതെല്ലാം സംസ്കാരമുണ്ടോ അങ്ക് ആ സംസ്കാരത്തെ എല്ലാം നിങ്ങൾ സ്വീകരിക്കുവാറ്. പുതിയ ന്യൂ ജനറേഷൻ ഉള്ളതായ മക്കളെല്ലാം കണ്ടെങ്കിൽ മയവും യഹൂദിമാരും നസ്രാനിമാർത്തുള്ള അങ്ങനെ ഹെയർ സ്റ്റൈലും അങ്ങനെ ഡ്രസ്സിങ്ങും എല്ലാം നോക്കിയിട്ടായെങ്കിൽ മനസ്സിലാക്കുക സാധ്യാവൂ. അതെല്ലാം അങ്ങനെ നിന്ന് കടമെടുത്തതായി തിക്കറ് എൻ്റെ ഉമ്മത്ത് അങ്ങനെ ഫോളോ ആക്കുവാറ്, അങ്ങനെ മാർഗ പിൻപറ്റുവാറ് ചെന്ന് അല്ലാഹുരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടി തണ്ട് ചിന്തിക്കൊണ്ടു. ഒരു വർഷ ഞങ്ങളുടെ ജീവനത്തിൽ കടന്നുപോയി അത് ആലോചിക്കുള്ളതായി തിക്കറ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വർഷ കടന്നു പോകുമ്പോഴത്തേക്ക് വിചാരിക്കണം അല്ലാഹുവിനാണ് മുട്ടായിട്ടുള്ള എൻ്റെ മരണದ ഒരു ವರ್ಷದ ಮುಟ್ಟಾയിട്ടുള്ള ನಾನು ಎತ್ತಿಯೇ ചിലരതായ ഒരു ആലോചന ഒരു വിശ്വാസിക്ക് വേണോ ആലോചിക്കൊണ്ട് നാ കഴിഞ്ഞ വർഷ എൻ്റെ ജീവിതത്തിൽ എന്തരല്ലായിരു എത്രതാണ് ഇബാദത്ത് നിർവഹിച്ചത് കൃത്യമായിട്ട് ജമാഅത്ത് നിസ്കാരത്തുക്ക് ബറകു നൻ്റെ കൊണ്ടുത്തു സാധ്യായിര ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുക നൻ്റെ കൊണ്ടുത്തു സാധ്യായിര അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവാക്കുക ദീനുക്ക് വേനായിട്ട് ചെലവാക്കുക ഒരു നാളെങ്കിലും ഒരു എന്തെങ്കിലും സമ്പത്ത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുക നൻ്റെ കൊണ്ടുത്തു സാധ്യായിര ചിലരതായ ഒരു ഓർമ്മ വേണോ ഇല്ലെണ്ടായെങ്കിൽ തിരുത്തുകൊള്ളതായ ഒരു അവസരമായി തിക്കറ് കഴിഞ്ഞ ജീവനത്തിൽ എന്തെങ്കിലും തോന്നിവാസ ആക്കി തിന്നെങ്കിൽ അത്
തിരുത്തുകൊള്ളതായ ഒരു അവസരമായി തിക്കറ് പുതിയ ഒരു വർഷ ചെല്ലത് ആലോചിക്കും. തൗബാക്കുള്ളതായ ഒരു സമയമായി തിക്കറ്. ഇനിയെങ്കിലും നക്ക് നല്ലായിട്ട് തീരണോ, സമയ വേസ്റ്റായി പോയിട്ട് അല്ലേ. സ്വഹാബത്തിലെ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെട്ടുകൊണ്ടിരുന്നത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമുക്ക് പടിവാട്ടിത്തണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ ഖേദിച്ചോണ്ടിരുന്നത്, ഏറ്റവും എനിക്ക് ദുഃഖമുണ്ടായത് എന്തായി തിക്രമാൻ അതിംതു അലാ ശൈഇൻ നദമി അലാ യൗമിൻ ഗറബത് ശംസുഹു നഖസ ഫീഹി അജലി വലം യസ്ദദ് ഫീഹി അമലി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും എനിക്ക് ഖേദമുണ്ടായ വിഷയം എന്താ ചെന്നെങ്കിൽ, ഒരു 4 ബന്ത് ഒരു സമയമുണ്ടായിട്ട് ഒരു 4 കടന്നുപോയത് ഒരു അമലാക്കാമാർ നക്ക് അമലു സാലിഹാത്ത് യാറാക്കാമാർ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയതായ ഒരു 4 ഇന്നുണ്ടായെങ്കിൽ ആ 4 തിക്കറിനക്ക് ഏറ്റവും ബേജാറുള്ളതായ 4 ഒരു സമയ കിട്ടിയിട്ട് സന്ദർഭം കിട്ടിയിട്ട് ഇവാദെടുത്ത് എടുക്കുകയുള്ളതായ അവസരമുണ്ടായിട്ട് ഖുർആൻ ഓതുകൂ അവസരമുണ്ടായിട്ട് നക്കത് നിർവഹിക്കൂ സാധിക്കാമാറ് പോയതിൽ ഏറ്റവും നാണ് ഖേദിക്കരാച്ചന്ത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമുക്ക് പടിപാട്ടിത്തണ്ട്. അങ്ങനെ ആലോചിക്കുകയുള്ളതായ ഒരു സമയമായി തിക്കറ് ഒരു പുതിയ വർഷ ചെല്ലുമ്പോൾ സാധാരണ കേട്ടതായി തിക്കറ് ഹാസിബു ഖബ്ല അൻ തുഹാസബു. അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ 4 വിചാരണ ആക്രതായ മുന്നല് സ്വയം വിചാരണ ആക്കിക്കൊണ്ടിരിക്കണോ എൻ്റെ ലൈഫ് വരെ ഒരു വിശ്വാസിയുടെ മേലുള്ള ബാധ്യതയായി തിക്കറ്. യാ അയ്യുഹന്നാസ് അല്ലേ, അല്ലാഹു സുബ്ഹാനഹു തആല യാ അയ്യുഹല്ലദീന ആമനു വിശ്വാസിമാരെ വിളിച്ചിട്ട് പടിപാട്ടിത്തണ്ട്. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. 4 പേനായിട്ട് എന്തരേ നണ്ടൊട്ട ഉണ്ടു ചെന്ത് അവന് നോക്കിക്കൊണ്ടിക്കട്ട്. അവൻ്റെ അമൽ നോക്കും. കഴിഞ്ഞു പോയതായ ഓരോ നാളും അവനൊന്നു ആലോചിക്കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കണം. ഞാൻ എന്തരാക്കിരേ എൻ്റെ ലൈഫിൽ ನಾನು എന്തിനാക്കിരെ ചെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണോ അല്ലേ. സമയ ചെല്ലത് ഏറ്റവും കീമത്തുള്ളത് മൂല്യമുള്ളതായി തിക്കറ്. സമയ നഷ്ടപ്പെടുത്തുക തീരാ അല്ലേ. സ്വഹാബത്തരെ ചരിത്രം നമുക്ക് പടിപാട്ടി തൻ്റെ മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പടിപാട്ടിത്തണ്ട്. അത് റക്തു അഖ്വാമൻ ನಾನು സലഫീങ്ങളായി സ്വഹാബത്തരെയും താബീങ്ങളെയും പൂർവികന്മാരായിട്ടുള്ളേ സച്ചരിതരായിട്ടുള്ളേ സ്വഹാബത്തരെ ನಾನು കണ്ടുമുട്ടിയപ്പ കാനു അലാ ഔഖാതിഹിം അശദ്ദു മിൻകും അലാ ദറാഹിമിക്കും വദനാനീരിക്കും. നാനങ്ങളെ കണ്ടുകൊണ്ടിരുന്നങ്ങ ടൈമുക വേനായിട്ട് കാത്തോണ്ടിരുന്നാറ്, സമയ കിട്ടോകു കാത്തോണ്ടിരുന്നാറ്. എന്തുക്ക് സമയ കിട്ടിയിട്ടായെങ്കിൽ ഇബാദത്തെടുക്കുക, എന്തെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കുക കാത്തോണ്ടിരുന്നാറ്. ഏതുപോലെ നിങ്ങ സമ്പത്തുരെയും ദിർഹമുരെയും ദീനാറേയും ഏതുപോലെ ഇഷ്ടപ്പെടുறாറ് അതുപോലെ അങ്ങ് ഇഷ്ടപ്പെട്ടോണ്ടിരുന്നത് ടൈമറായി തിക്കറ്, സമയത്തായി തിക്കറ്. അങ്ങ് സമ്പത്ത് നമുക്ക് ഇഷ്ടമുണ്ട് കിട്ടത് ആഗ്രഹിക്കുക. ദിർഹമും ദീനാറും ഡോളറും എല്ലാം കിട്ടുക ഞങ്ങൾ ആഗ്രഹിക്കുക. ಅದರ ಕಾಂಟಿ ಆಗ್ರಹ ಅಂಕುಂಡಾಯದು അങ്ങനെ ലൈഫിൽ ടൈമറായി തിക്കറ്. സമയം കിട്ടുക എനിക്ക് സമയമില്ല, സമയം കിട്ടില്ല. ഇബാദത്തിൽ ഒരുപാട് പ്രവർത്തിച്ചതായ ആൾമാർ അത് കിട്ടുക ആഗ്രഹിച്ചോണ്ടിരുന്നാറ്. നഷ്ടപ്പെടുന്നത് വലിയ ദുഃഖമായിട്ട് കണ്ടോണ്ടിരുന്നാറ്. അതുകൊണ്ടൊത്ത് വിശ്വാസിമാർ മനസ്സിലാക്കണം, കിട്ടിയതായ അവസര യുവത്വ അതുപോലെ സമയ സൗകര്യ സമ്പത്ത് ഇത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിക്കുക ശ്രദ്ധിക്കണോ. ആയെങ്കിൽ യാർത്താൽമാർ അത് ഉണ്ടാകുമ്പോഴത്തേക്ക് മറന്നു പോണ്ടാറ്, നെൻപേനേ ആവില്ല. സുഖസൗകര്യം ഉണ്ടാകുമ്പോഴത്തേക്ക് നെനപ്പാവില്ല, റബ്ബറെ നെനപ്പാവില്ല. എന്തെങ്കിലും അപകട പറമ്പത്തേക്ക് സീക്ക് പറമ്പത്തേക്ക് രോഗ പറമ്പത്തേക്ക് പല്ലിക്ക് കടന്നു കൊണ്ടതായ ആൾമാർ, ദാനധർമാക്രതായ ആൾമാർ ദായത്തിക്കർ കണ്ടോട്ടുള്ളത്. മഹാനായ ഹാത്തിമുൽ അസം റഹ്മഹുല്ലാഹ് ഇപ്പോൾ ചെല്ലുകൊണ്ടിരിക്കുന്ന സ്റ്റോറി ആയിത്തിക്കർ. അയാൾ ചിലരെ പടിപാട്ടർ അർബഅത്തുൻ ലാ യഅരിഫു ഖദ്റഹ ഇല്ലാ അർബ. 4 വിഷയ, ആ 4 വിഷയ ಅದರ ಬೆಲೆ ಕೀಮತ್ತು ಮೂಲ್ಯ ಅದು മനസ്സിലാക്കില്ല. ഓർത്തോല ചെന്നിട്ടെങ്കിൽ ലാ യഅരിഫു ഖദ്റഹ ഇല്ലാ അർബ. 4 വിഷയം അവനക്ക് ബന്ധത്തെ മാത്രമേ ആ ജീവിതത്തിലുണ്ടായ 4 കാര്യത്തെ സംബന്ധിച്ച് അവന് മനസ്സിലാക്കുവാൻ, ഇല്ലെങ്കിൽ മനസ്സിലാക്കില്ല. 1
ഖദറു ശബാബ് ലാ യഅരിഫുഹു ഇല്ല ശുയൂഖ്. ಶಬಾಬರ ಬೆಲೆ ಅದು ಮನಸ್ಸಿಲಾಕರು, ಅದರ ಕೀಮತ್ತು, ಅದರ ಬೆಲೆ ಮನಸ್ಸಿಲಾಕರೋನು ಇಲ್ಲ ಶುಯೂಖ್, വയസ്സായ ആൾമാർക്കെല്ലാണ്ട് ಅದರ ಬೆಲೆ മനസ്സിലാവില്ല. യുവാക്കന്മാർക്ക് ಅದರ ಬೆಲೆ വർക്കത്തുക്ക് മനസ്സിലാവില്ല. അവർക്ക് മനസ്സിലാവില്ല. നല്ല ആരോഗ്യമുണ്ടോ യുവാവായിത്തിക്കറ്, അവനക്ക് ಅದರ ಬೆಲೆ മനസ്സിലാവില്ല. പ്രായമായ ആൾമാർക്കെല്ലാണ്ട് വയസ്സായ ആൾമാർക്ക് കഷ്ടപ്പെടുമ്പത്തുകു, ಬೇಜಾರು ಬರ್ಬೊತ್ತುಗು, ಟೆನ್ಷನ್ ಬರ್ಬೊತ್ತುಗು, ಏಕಾಗ್ರತಮಾಯ್ತುಲ್ಲ ഒറ്റപ്പെട്ടുള്ളതായ ജീവന നയിക്കുമ്പൊത്തുകു ആരും കൂടെ പൽക്കബരിയകും ഇല്ലാണ്ട് മക്കമില്ല, കുടുംബമില്ല, ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പൊത്തുകു അവൻ്റെ ആ ಬೆಲೆ മനസ്സിലാക്കറവನು. യുവത്വത്ര ಬೆಲೆ മനസ്സിലാക്കുവാൻ രോഗ ಬರ್ಬೊತ್ತುಗು 4-5 ಬಟ್ಟ ಹಾಸ್ಪಿಟಲ್ಗೆ പോയോണ്ടിಕ್ಕರದಾಯ ആൾമാർ ಅಂಕ ತಂಡೆ ಯುವತ್ವത്തെ ಅಂಕವು ನೆನಪಾವು ಓರ್ಮಾವು ಅವ್ರತೋಲೋ ഒരു യുവാവുകു, ഒരു യുവത്വത്തുകു, ഒരു ഷബാബുകു മനസ്സിലാവില്ല. അതുപോലെ വഖദറുൽ ആഫിയ, ആഫിയത്ര ബല മനസ്സിലാക്കറോന്നു. ലാ യഅരിഫുഹു ഇല്ലാ അഹ്ലുൽ ബലാ, കഷ്ടപ്പാട് അനുഭവിക്കുന്നതായ ലോസായി പോയിട്ടുള്ള നഷ്ടപ്പെട്ടതായ ആൾമാറുകളാണ്ട് സൗഖ്യത്ര ബല മനസ്സിലാവില്ല. സുഖ സൗകര്യ അത് നഷ്ടപ്പെടുമ്പൊത്തുക ആയിത്തിക്കറവർക്ക് മനസ്സിലാവൂരേ. നഷ്ടപ്പെട്ടതായ ആൾമാർക്ക് ಅದರ ಬೆಲೆ മനസ്സിലാവൂರು. സുഖത്തിൽ ജീവിച്ചോണ്ടുള്ള, സുഖത്തിൽ വ്യാപാരം ആക്കിയോണ്ടുള്ള, ബിസിനസ് ആക്കിയോണ്ടുള്ള, സുഖത്തിൽ ഇബാദത്തും അതുപോലെ ആരാധന കർമ്മങ്ങൾ നിർവഹിച്ചോണ്ടുള്ള, ഇതെന്തും ഇല്ലാത്ത കഷ്ടപ്പെടുന്നതായ എത്രയോ രാജ്യത്തുള്ളതായ ആൾമാരുണ്ടു. കിടന്നുറങ്ങു സാധിക്കാമാറ് കഷ്ടപ്പെടുന്നതായ ആൾമാരുണ്ടു. ഏസിൽ കിടന്നുറങ്ങുമ്പത്തുകു ഞങ്ങൾക്കൊരു യാതൊരു പ്രശ്നവുമില്ല, ഒരു ഒച്ചപ്പാടുമില്ല, ഒരു സൗണ്ടുമില്ല, ഒരു ശബ്ദവുമില്ല, അങ്ങനെ കിടന്നുറങ്ങുക. അതില്ലാത്ത എത്രയോ ആൾമാരുണ്ട്, എത്രയോ രാജ്യങ്ങളുണ്ട്. ഫലസ്തീൻ അങ്ങ് കേട്ടതായി തിക്കർ ജാവുകു മര്യാദയൊന്നും കിടന്നുറങ്ങുമ്പോൾ നമുക്ക് സാധ്യാവില്ല അല്ലേ. ഒരു ശബ്ദം ഉണ്ടായിട്ടെങ്കിൽ മക്ക ഓടി ಬಂದ, ഒരു ചെല്ലടിച്ചിട്ടെങ്കിൽ മിന്നടിച്ചിട്ടെങ്കിൽ ഞങ്ങളെ ಬಂತು കെട്ടിപ്പിടിക്കൂ. ഞങ്ങളെ അബ്ബം ഉണ്ട്, ബാപ്പ ഉണ്ട്, മക്ക ഉണ്ട് അല്ലേ. കെട്ടിപ്പിടിക്കുക, ഒരു ബാമ്പുര സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് ഓടി ಬಂತು കെട്ടിപ്പിടിക്കുക. ആളില്ലാത്ത എത്രയോ രാജ്യങ്ങളുണ്ട്, പ്രയാസപ്പെട്ടതായ ആൾമാരുണ്ട്. അപ്പോൾ ಅದರ ಬೆಲೆ മനസ്സിലാക്കറോನು, സുഖത്ര ಬೆಲೆ മനസ്സിലാക്കറോನು. അത് ആ കഷ്ടപ്പെട്ടതായ ലോസായി പോയതായ ആൾമാറുകളാണ്ട് ബിസിനസ്സിൽ ലോസായതായ ആൾമാറിക്കുക അനക്ക് മനസ്സിലാവും. അങ്ങനെ മുന്നലത്തെ ജീവന മനസ്സിലാവും, ലൈഫ് സ്റ്റൈൽ അനക്ക് മനസ്സിലാവും. സുഖത്തിൽ ജീവിച്ചോണ്ടിരുന്നതായ ആൾമാർ എല്ലാം പോയി നഷ്ടപ്പെട്ട് ചെലവുകു വകുപ്പില്ല ചെന്ത് മനസ്സിലാക്കുന്നതായ ആൾമാറിക്കുവാറ് അങ്കല്ലാണ്ട് സൗഖ്യത്ര ಬೆಲೆ മനസ്സിലാക്കുക വേറെ ആർക്കും സാധ്യാവില്ല ചെന്ത് പണ്ഡിതന്മാർ പടിപാട്ടിത്തൻ. വഖദറു സിഹ, അതുപോലെ ആരോഗ്യത്ര ಬೆಲೆ ലാ യഅരിഫുഹു ഇല്ലൽ മർളാ, രോഗിയല്ലാണ്ട് പേഷ്യൻ്റ് അല്ലാണ്ട് ആരോഗ്യത്ര ಬೆಲೆ മനസ്സിലാക്കുക വേറെ ആർക്കും സാധ്യാവില്ല അല്ലെ. എന്തെങ്കിലും പ്രായമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴത്തേക്കും നൊമ്പൽ അനുഭവിക്കുമ്പോഴത്തേക്കും സീക്ക് ಬರ್മ്പോഴത്തേക്കും അപ്പായിത്തിക്കർ ആരോഗ്യത്ര ಬೆಲೆ മനസ്സിലാക്കറേ. ഒരു ഹാർട്ടറെ ബ്ലോക്ക് ಬರ್മ്പോഴത്തേക്കും ഇത്രത്തോലോ അള്ളാഹു സുബ്ഹാനഹു തആല നക്കിത്ര നല്ല ആരോഗ്യ തന്നരല്ലേ ചെന്ത് ആലോചന വേണ്ടത് അള്ളാഹുരെ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പായിത്തിക്കർ. എന്തെങ്കിലും രോഗം ಬರ್മ്പോഴത്തേക്കും ആ രോഗികളാണ്ട് ആ ആരോഗ്യത്ര ಬೆಲೆ മനസ്സിലാക്കുക വേറെ ആർക്കും സാധ്യാവില്ല. ഹോസ്പിറ്റൽ സന്ദർശനാക്കുക പോകേണ്ടതങ്ങ അല്ലേ. ഹോസ്പിറ്റലിൽ കിടക്കുന്നതായ പേഷ്യൻ്റ് ഞങ്ങളൊട്ടിಗೆ കഷ്ടപ്പാടും ബേജാറും നമ്പലെല്ലാം ചെല്ലകൊണ്ടു, അവിടെ നമ്പലുണ്ട്, കൈക്കാൽ നമ്പലുണ്ട്, ഉറക്കില്ല എല്ലാം ചെല്ലകൊണ്ട് ആയെങ്കിൽ ഈ ആരോഗ്യമുള്ള ഞങ്ങൾക്ക് അത് മനസ്സിലാക്കുക സാധ്യാവില്ല. കാരണം ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. അനുഭവിച്ചതായ ആൾമാർക്ക് ആ ആരോഗ്യത്ര ಬೆಲೆ മനസ്സിലാവൂ. വഖദറുൽ ഹയാതി ലാ യഅരിഫുഹു ഇല്ലൽ മൗതാ, അതുപോലെ ഈ ദുനിയാവിൽ കിട്ടുന്നതായ ഈ ഹയാത്ര ಬೆಲೆ മനസ്സിലാക്കറവನು ലാ യഅരിഫുഹു ഇല്ലൽ മൗതാ, മരിച്ചു പോയതായ ആൾമാർക്കല്ലാണ്ട് ഈ ലൈഫിന്റെ ಬೆಲೆ മനസ്സിലാക്കുക സാധ്യമല്ല അല്ലേ. മരിച്ചങ്കായിത്തിക്കർ ഈ ലോകത്തിൽ ലഭിച്ചതായ ഓരോ ഇബാദത്തിന് പ്രതിഫലവും അതുപോലെ കൂലിയും ಬೆಲೆയും മനസ്സിലാക്കറവನು മരിച്ചു പോയതായ ആൾമാറുകളാണ്ട് കബറിൽ കിടക്കറേ ആൾമാറുകളാണ്ട് വേറെ ആൾക്ക് മനസ്സിലാക്കുക സാധ്യമല്ല. ഇവിടെ ഞങ്ങൾ എത്രമാ സൗകര്യം കിട്ടു, അതുപോലെ സമയവും കിട്ടിത്തുണ്ടു, ഞങ്ങൾക്കൊരു ടൈമു മയ്യാവില്ല.
ಇಬಾದತ್ತೆಡ್ಕೋಗು ನಂಗೆ ಟೈಮೇ ಇಲ್ಲ, ದುನಿಯಾವ್ರೆ ಬಿಸಿಲಾയി തിക്കറ്. ആ ബല മനസ്സിലാക്കുറവനു ഖബറിൽ കിടക്കുന്നതായ ആൽമാറായി തിക്കർ. മരണവെപ്രാളത്തിൽ പോലും മരിക്കുന്നതായ സന്ദർഭത്തിൽ പോലും അതേ പൽക്കമായി തിക്കറവനിട്ട ബണ്ണ് വന്നോണ്ടുള്ളത്. എന്തായി തിക്കർ? റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. റബ്ബേ ഒന്ന് മടക്കിത്താ റബ്ബേ. അല്ലേ, മരണവെപ്രാളത്തിലുള്ളതായ ആൽമാർക്ക് ಅದರ ಬೆಲೆ ಮನಸ್ಸಿಲಾವರು, ಲೈಫ್ರೆ ಬೆಲೆ ಮನಸ್ಸಿಲಾವರು, ಹಯಾತ್ರ ಬೆಲೆ ಮನಸ್ಸಿಲಾವರು. ಅವನು ಅಲ್ಲಾಹುರೊಟ್ಟೆ ಕೆಕ್ಕುವಾನ್ ರಬ್ಬಿರ್ಜಿഊನ್, ഒന്ന് മടക്കിത്താ റബ്ബേ. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. ನಾನು സമയമല്ല കിട്ടിത്ത് വേസ്റ്റാക്കിപ്പോയി, ഒരുപാട് വിട്ടുപോയതായ ഇബാദത്തുണ്ട് റബ്ബേ. ജമാഅത്ത് നിസ്കരിച്ചിട്ട് ഞാൻ പോയ സുന്നത്ത് നിസ്കാരം എന്തുമില്ല എനക്ക്, ഔത്തുപോയിട്ടും ഞാൻ നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ നഷ്ടപ്പെട്ടതായി ആൽമാറ്. നോമ്പെടുക്കുകയുള്ളതായ സൗകര്യമുണ്ടായിട്ട് ഞാൻ നോമ്പെടുത്തിട്ടില്ല. ഇങ്ങനെ ഓരോ ഇബാദത്തും നഷ്ടപ്പെടുത്തിയതായ ആൽമാർ നാളെ മരണവെപ്രാളത്തിൽ ചെന്തു പോകേണ്ടത് റബ്ബിർജിഊൻ, ഒന്ന് മടങ്ങിത്താ, ನಾನು മടക്കിത്ത, ನಾನು വിട്ടുപോയതായ എല്ലാ ഇബാദത്തും ഞാൻ നിർവഹിക്ക റബ്ബേ, ನಾನು ആക്ര റബ്ബേ ചെന്ത് അല്ലാഹുരൊട്ടെ കേൾക്കുകൊണ്ടു. റബ്ബി ലൗല അഖർതനി ഇല അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സാലിഹീൻ. ഒന്ന് ഒരു തെല്ല ഒരു ടൈം താ റബ്ബേ ചെന്ത് അല്ലാഹുരൊട്ടെ കേൾക്കുകൊണ്ടു. ഫഅസ്വദ്ദഖ വഅകും മിനസ് സാലിഹീൻ, ഏറ്റവും നല്ല ആളായിട്ട് ഞാൻ ജീവിക്കാം. ഒരുപാട് സമ്പത്ത് നന്നൊട്ടിന്ത് അള്ളാഹുര മാർഗത്തിൽ ഞാൻ കൊടുക്കുற ചെലവാക്കുற ചെന്ത് ആലോചിക്കുന്നതായ സമയ മരണവെപ്രാളത്തിൽ പോലും മനുഷ്യ ചെന്നു പോവാണ് ചെന്ത് അള്ളാഹു സുബ്ഹാനഹു തആല എനിക്ക് പടിപാട്ടിത്തണ്ട്. അപ്പോൾ മരിച്ചുപോയതായ ആൽമാർക്ക് വല്ലാത്ത ആഗ്രഹമായി തിക്കു. ദുനിയാവുലു ഒരു ടൈം കിട്ടിത്ത് ഇബാദത്തെടുക്കുകയുള്ളതായ ഒരു സമയം കിട്ടി തിന്നിട്ടെങ്കിൽ ചെന്ത് ആലോചിച്ചു പോവാറ്. അല്ലേ, മഹാന്മാരായ പണ്ഡിതന്മാർ നിങ്ങൾക്ക് പടിപാട്ടിത്തണ്ട്. റമളാൻ്റെ സമയത്ത് നിങ്ങൾ കേട്ടതായി തിക്കറ് മരിച്ചുപോയതായ ആൽമാരൊട്ടിಗೆ പോയിത്ത് പൽക്ക പറയുള്ളതായ അവസരം കിട്ടി തിന്നെങ്കിൽ അങ്ങൊട്ടിಗೆ നിങ്ങൾ കേൾക്കണോ, തമന്നാവൂ, നിങ്ങൾ ആഗ്രഹിക്കറു. നിങ്ങൾ എന്തൊരു ആഗ്രഹിക്കാറ് ചൊന്ത് അങ്ങൊട്ടെ കേട്ടു നോക്കറു. ലതമന്നൗ യൗമൻ മിൻ റമളാൻ, അങ്ങ് ആഗ്രഹിക്കുവാറ് റമളാൻ്റെ ഒരു നാൾ നിങ്ങൾക്ക് കിട്ടി തിന്നിട്ടെങ്കിൽ അത് മയോ ചെന്ത് ആഗ്രഹിച്ചു പോവാറ്. അങ്ങ് ആഗ്രഹിക്കുവാറ് ചെന്ത പണ്ഡിതന്മാർ ഞങ്ങൾക്ക് പടിപാട്ടിത്തണ്ട്. ആ ഒരു അവസര ഞങ്ങൾക്കൊരു സമയ സന്ദർഭ അല്ലാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കി തന്നതാണ്. ഈ സന്ദർഭത്തെ ഞങ്ങൾ എത്ര നല്ല രൂപത്തിൽ ഉപയോഗിക്കൂ ശ്രദ്ധിക്കുന്നു. പുതിയ ഒരു വർഷം വന്നത് കൊണ്ടത്ത് ഹാപ്പി ന്യൂ ഇയർ ചെന്നത് കൊണ്ടത്ത് ഹാപ്പി ഉണ്ടാവുന്നില്ല. ഓരോ വർഷവും കടന്നു പോകേണ്ടത് ഏറ്റവും കഠിനമായി തിക്കറിച്ചും അല്ലാഹുരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ടിത്തണ്ട്. ഓരോ ഭരണാധികാരി ഇന്നേ ഭരണത്തിലുള്ള ആൾമാർ വന്നാറ്, ഇന്നക്ക് പേടിക്കൊരു ആവശ്യകതയില്ല. എല്ലാം പോയിത്ത് ഫാസിസ്റ്റ് വർഗ്ഗമെല്ലാം പോയാറ്. പുതിയ ഒരു ഭരണം വന്നത് കൊണ്ട് നമുക്ക് ഭാരി ക്വസ്റ്റ്യൻ വിചാരിക്കണ്ട. അതിനെക്കാട്ടി കഠിനമായി തിക്കറിച്ചും അല്ലാഹുരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ടിത്തണ്ട്. لا يأتي عليكم زمان إلا الذي بعده شر منه. ഒന്നുരെ കാട്ടി ഒന്ന് ഊഞ്ചി ചെന്നതുപോലെ വന്ന് കഴിഞ്ഞു പോയതിനെ കാട്ടി അപ്പറായി തിക്കറ നിങ്ങൾക്ക് ബറകുള്ളത് സമാന കടന്നു പോകേണ്ടത്. ഹത്താ തൽഖൗ റബ്ബക്കും, നിങ്ങളെ റബ്ബുരെ കണ്ടുമുട്ടുത്തോളോ. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കൂ. പുതിയ ഒരു വർഷ ബർമ്പത്തുകൂ ഹാപ്പി ഉണ്ടാവണുണ്ടില്ല. അതുകൊണ്ടത്ത് മനസ്സിലാക്കുന്നു വിശ്വാസിമാർ. മഹാനായ ഹസനുൽ ബസ്രി റഹ്മഹുല്ലാ ഞങ്ങൾക്ക് പടിപാട്ടിയതുപോലെ ദുനിയാവിൽ 4 ചെന്നിട്ടെങ്കിൽ സലാസത്തു അയ്യാം 3 നാളായി തിക്കറ്. ഇന്നലെ, അതുപോലെ ഇണ്ട്, അതുപോലെ നാളെ. ഈ 3ഉം മനസ്സിലാക്കണോ. ഇന്നലെ അത് കഴിഞ്ഞു പോയതായി തിക്കറ്. കഴിഞ്ഞ് 2023 കഴിഞ്ഞു പോയിരുന്നു. ഇനി അതിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല. ഇനി 2 നാൾ മാത്രം ബാക്കിയുള്ളേ, അത് കഴിഞ്ഞു പോയിര്. ഇനി എന്തോ മാക്കു തിരിച്ചെടുക്കുക ഞങ്ങളെ കൊണ്ടൊത്തു സാധ്യാവല്ലേ. അതുപോലെ നാളെ 2ാമത്തെ നാളായി തിക്കറ്. നാളെ ഒർക്കത്തുക്കും ഭരണമുണ്ടില്ല. ആരെല്ലാം ജീവിക്കാറ് ചെല്ലകൊണ്ട് സാധ്യമല്ല. 2024 കടക്കുക സാധിക്കാത്ത ആൾമാർ മിക്കുവാറ് ഭരണമുണ്ടില്ല. ഇനി പിന്നെ ഞാൻ അല്ലാഹുരെ ചെന്ത് ആലോചിച്ചിട്ടെങ്കിൽ അത് കിട്ടണമുണ്ടില്ല.
അതുകൊണ്ട് മൂന്നാമത്തെ നാളായി തിക്കർ അൽ യൗം, ഇന്നത്തെ നാള് ഇണ്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇബാദത്തെടുക്കൂ, നിർവഹിക്കൂ, ദാനധർമ്മ കൊടുക്കൂ, സദക്കാക്കൂ, തൗബാക്കൂ, എല്ലാ അവസര ഇണ്ടുണ്ടു. അതുകൊണ്ടു ಯಾರು ನಿಂಗ ಪ್ರವರ್ತಿಕ್ಕನೋ ಚಂತ ಫಅಮಲ್ ಫೀಹಿ, ಯಾರು ಅಧ್ವಾನಿಚ್ಚತ್ತು ಪ್ರವರ್ತಿಕ್ಕ ಚಂತ മഹാനായ ഹസനുൽ ബസ്രി റഹ്മഹുല്ലാ നമുക്ക് പരിപാടിയിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല നിലക്ക് ജീവിക്കൂ, ശ്രദ്ധിക്കണോ. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവരെ സൂക്ഷിച്ച് ജീവിക്കണോ ചെന്ന് ഇതിനൊക്കെ നിങ്ങളൊട്ടിಗೆ ನಾನು വസിയത്താക്കിയിട്ടുള്ള ഉപദേശാക്കിയിട്ടുള്ള മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ളതായി ഒരു വസ്തു ചെന്നിട്ടായെങ്കിൽ അത് സമയമായി തിക്കത് സംശയമില്ല. ഞങ്ങളെല്ലാവരും മനസ്സിലാക്കിയതായി തിക്കും. ഏതൊരു ദുനിയാവിലെ ഏതൊരു വസ്തുവും വില കൊടുത്തു ഞങ്ങൾ എടുക്കുക സാധ്യം, അല്ലെങ്കിൽ സമയത്തെ ഞങ്ങൾക്ക് എടുക്കുക സാധ്യമല്ല. അത് കഴിഞ്ഞു പോയിട്ടായെങ്കിൽ കഴിഞ്ഞു പോയതായിത്തിക്കും. വിശ്വാസിമാർ ഈ വിഷയം നല്ലപോലെ ശ്രദ്ധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല തന്നതായി ഈ ഒരു ആയുസ് അത് അള്ളാഹുരെ മാർഗത്തിൽ ഉപയോഗിക്കുക ശ്രദ്ധിക്കും. മനുഷ്യ സത്യവിശ്വാസിക്ക് ലഭിക്കുന്നതായ ഏറ്റവും വലിയ ഒരു നിയമത്ത് ചെന്നെങ്കിൽ തൗഫീഖായി തിക്കർ. എന്തായി തിക്കർ? തൗഫീഖ് ചെന്നിട്ടായെങ്കിൽ ആ തൗഫീഖ് ഹുവൽ ഇൽഹാമു ലിൽ ഖൈർ, നല്ലതാക്കുള്ളതായ മനസ്സ് ഉണ്ടാവുക ചെല്ലതായി തിക്കർ തൗഫീഖ് ചെന്നെങ്കിൽ. അങ്ങനെ മനസ്സ് വേണു, എല്ലാത്തക്കും മനസ്സ് വേണു. എത്ര വലിയ ആലിമായി തിന്നിട്ടെങ്കിലും പണ്ഡിതനായി തിന്നെങ്കിലും വലിയ പണക്കാരനായി തിന്നെങ്കിലും നല്ല ഒരു മനസ്സ് വേണം. ഇബാദത്ത് നിർവഹിക്കുള്ളതായ മനസ്സുള്ളവനുകായി തിക്കർ തൗഫീഖ് ഉണ്ടാവുക. അല്ലാത്തവന് തൗഫീഖ് നഷ്ടപ്പെട്ടതായാൽ മാറും അല്ലേ? എങ്ങനെ? വെള്ളിയാസറുണ്ട് ജുമാഅത്ത് ಬೇಗ ಬರ್ನೋಚಂತ മനസ്സിലാക്കിയതായ ആൽമാറായി തിക്കർന്നാണ്. എല്ലാവർക്കും നല്ല പോലെ വിവരമുണ്ട്, വിവരമില്ലാത്ത ആൽമാറല്ല. ജുമാഅത്തുക്ക് ഖുതുബത്തുക്ക് ഇമാമു മിമ്പറുക്ക് 18 മലക്ക് അങ്ങനെ റെക്കോർഡ്സ് എല്ലാം ബന്ധാക്കിത്ത് ഖുതുബ കേൾക്കുക ദെക്കറാറ് ചന്ത് മനസ്സിലാക്കിയതായ ആൾമാർ. അള്ളാഹുരെ ഭവനത്തുക്ക് ഒന്നാമതായിട്ട് കടന്നു പണ്ടതായ ആൽമാർക്ക് ഏറ്റവും നല്ല പ്രതിഫലം ഉണ്ട് ചന്ത് മനസ്സിലാക്കിയതായ ആൽമാർ. എല്ലാവരും മനസ്സിലാക്കിയാർ, നോളേജ് ഉണ്ട്, വിവരമുണ്ട്. ആദ്യമായിട്ട് ബണ്ടവനുകു ഒಂಟರೆ അർത്ത് കൊടുത്തതായി ദാനാക്കിയതായ കൂലിയുണ്ട് മനസ്സിലാക്കി. രണ്ടാമതായിട്ട് വന്നവനുകു പൈരെ അർത്ഥത്ത് ദാനാക്കിയതായ കൂലിയുണ്ട്. അങ്ങനെ മൂന്നാമതായിട്ട് ആടും അതുപോലെ കോലിയും കോലിമുട്ടയും എല്ലാം പ്രതിഫലമായിട്ട് അള്ളാഹുരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടി തന്നത്. ആ ഒരു സ്ഥാനത്ത് ഗെത്തకు ഞങ്ങളെ കൊണ്ടു സാധ്യമായിട്ടില്ല. എപ്പായിത്തിക്കർ 12 ಗಂಟೆಗೆ 14 ಗಂಟೆಗೆ ಬಂಡದಲ್ಲ ഒന്നാമത്തെ സ്ഥാനത്തവನು. പണ്ഡിതന്മാർ വിശദീകരിച്ച് തണ്ടാറ് ജുമാ ചെന്നിട്ടായെങ്കിൽ അതിൽ 5 ഭാഗാക്കും. സൂര്യ ഉദിച്ചൽ പിന്നെ 5 ഭാഗാക്കുന്നു. അതാൻ തോലോ 5 ഭാഗാക്കിയിട്ടായെങ്കിൽ അതിൽ ഒന്നാമത്തെ ഭാഗം ഏതായിത്തിക്കർ. അതായിത്തിക്കർ പ്രതിഫലത്തിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ളത്. സാധാരണ 8 ഒലിമ ಗಂಟೆ 8 ಗಂಟೆ 7 ಗಂಟೆ ആ ടൈമായിത്തിക്കർ. അതായിത്തിക്കർ പണ്ഡിതന്മാർ കണക്കാക്കിയിട്ടുള്ളു. അപ്പോൾ ഞങ്ങളെല്ലാം പണ്ടത് ഏത് സ്ഥാനത്തുകായിത്തിക്കർ മനസ്സിലാക്കുന്നു. ഏത് അല്ലെങ്കിൽ കോലിമുട്ടമ അല്ലെങ്കിൽ കോലിയ ആയിത്തിക്കും. ആ സമയത്ത് ആയിത്തിക്കർ 11 ಗಂಟೆಗೆ 12 ಗಂಟೆ പണ്ടതായ ആൾ. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയതായ ആൾമാർ. പക്ഷേ നിർവഹിക്കുക ഞങ്ങളെ കൊണ്ടു സാധ്യവില്ല. അത് നിർവഹിക്കുക ഞങ്ങളെ കൊണ്ടു വേഗത്തക്കു സാധ്യവില്ല എങ്കിൽ തൗഫീഖ് നഷ്ടപ്പെട്ടതായ ആൾമാരെ ലക്ഷണമായി തിക്കർ പണ്ഡിതന്മാർ പടിപാട്ടി തണ്ടാർ അല്ലേ. വിശുദ്ധ ഖുർആൻ ഓതുന്നത് സൂറത്തുൽ കഹ്ഫ് വെള്ളിയാസറുണ്ട്, പുണ്യമുണ്ട് ഓതുന്നത്. 110 ആയത്തുണ്ട് സൂറത്തുൽ കഹ്ഫിലു. ഓതകുള്ളതായ സമയ 24 ಗಂಟೆ ഉണ്ട്. 24 ಗಂಟೆ. ഇന്നലെ സൂര്യ അസ്തമിച്ചാൽ പിന്നെ ഇണ്ട് അസർ സൂര്യ അസ്തമിക്കുറത്തോളും ഓതകുള്ളതായ ടൈമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഓതകാവില്ല ടൈമെങ്കിൽ
ಪ್ರತಿಫಲ ನಂಗೆ ಮನಸ್ಸಿಲಾಕಿರ ಓದಿ ಎಂಟಾಯಂಗ್ಲು ಪುಣ್ಯ ಉಂಡು ಚಂತ ಮನಸ್ಸಿಲಾಕಿರ. പക്ഷേ ഞങ്ങളെ കൊണ്ടൊത്ത് ഒരു പേജ് ഓതോകാവില്ലെಂಟಾയെങ്കിൽ സൂറത്തുൽ കഹഫ് ഓതി തീർക്കൂ സാധ്യാവില്ലെಂಟಾയെങ്കിൽ അത് തൗഫീക്ക് നഷ്ടപ്പെട്ടതായ ആൽമാരെ ലക്ഷണമായി തീക്കറ്. വിശുദ്ധ ഖുർആൻ ധാരാളമായിട്ടുണ്ട്. കോപ്പിങ്ങനെ റാക്കിലിങ്ങനെ അട്ടിയെ വെച്ചിട്ടുണ്ടു. ഔത്തുൽ പോയെന്തായെങ്കിലും ഖുർആനുണ്ട്. ഒരു 5-6 ഖുർആൻ ഔത്തുലുണ്ടു. അല്ലെ മൊബൈലിലുണ്ട്. നമുക്ക് നോക്കുക ഖുർആനും ഓതുകൊള്ളതായ സന്ദർഭവും സമയവും എല്ലാം ഉണ്ട്, സൗകര്യവുമുണ്ട്. പക്ഷേ ഞങ്ങളെ കൊണ്ടൊത്തു ഒരു പേജ് ഓതുകു സാധ്യാവില്ലെಂಟಾയെങ്കിൽ നല്ലപോലെ മനസ്സിലാക്കിയതായ ആൾമാർ ഒരു അക്ഷര ഓതി ಎಂಟಾയെങ്കിൽ 10 കൂലി ഉണ്ടെന്ന് മനസ്സിലാക്കിയതായെങ്കിലും ഞങ്ങൾക്ക് ഓതുകു സാധ്യാവില്ലെಂಟಾയെങ്കിൽ തൗഫീക്ക് നഷ്ടപ്പെട്ടതായ ലക്ഷണമായി തിക്കറ്. അള്ളാഹുരെ മാർഗത്തിൽ സമ്പത്ത് ഒരുപാടുണ്ട്. അള്ളാഹുര മാർഗത്തിക്ക് കൊടുക്കു മനസ്സില്ലെಂಟಾയെങ്കിൽ അള്ളാഹുര മാർഗത്തിൽ കൊടുക്കു മനസ്സാവില്ലേ? അല്ലേ? അള്ളാഹുരെ ഭവനത്തിക്ക് കൊടുക്കു മനസ്സാവില്ലേ? സ്ഥാപനത്തിക്ക് കൊടുക്കു, കോളേജിക്ക് കൊടുക്കു, ദീനി ക്ലാസ്സിക്ക് കൊടുക്കു ഞങ്ങൾക്ക് മനസ്സ് പണ്ടില്ലെಂಟಾയെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് എന്ത് പ്രയോജന? തൗഫീക്ക് നഷ്ടപ്പെട്ടതായ ആൽമാരായി തിക്കറങ്ങ മനസ്സിലാക്കണം. അല്ലെ? അള്ളാഹുരെ ഭവനത്തിക്ക് പറമ്പത്തുകു ജമാഅത്തുക്ക് ബറകു യാതൊരു തടസ്സവുമില്ല. വാഹനമുണ്ട്, സൗകര്യമുണ്ട്, ലൈറ്റുണ്ട്, നല്ല റോഡുണ്ട്. എങ്കിൽ അള്ളാഹുരെ ഭവനത്തിക്ക് പല്ലിക്ക് ഇബാദത്ത് നിർവഹിക്കൂ ഞങ്ങളെ കൊണ്ടൊത്തു ബറകു സാധ്യാവില്ലെಂಟಾയെങ്കിൽ അവനായി തിക്കറ് തൗഫീക്ക് നഷ്ടപ്പെട്ടതായ ആൽമാർ മനസ്സിലാക്കണു. ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല തന്നതായ ഈ ഒരു ആയുസ്, ഇനി വേണ്ടതായ ഒരു വർഷവും ഏറ്റവും അള്ളാഹുകു അടുക്കു ശ്രദ്ധിക്കണു. അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങാക്കിപ്പോയതായ മുഴുവൻ ദോഷത്തെ റബ്ബ് സുബ്ഹാനഹു തആല പുറത്തു മാഫാക്കി തരുമാറാവട്ടെ. ഞങ്ങളിൽ എന്ത് രോഗം കൊണ്ടുത്തു കഷ്ടപ്പെട്ടതായ എത്രയോ ആൽമാറുണ്ട്. പ്രത്യേകമായിട്ട് വസിയത്താക്കിയതായ ആൽമാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങളുടെ രോഗത്തെ എത്ര വേഗ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായിട്ടുള്ള രോഗത്തിൽ നിന്നും അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അള്ളാഹു കാത്തു സലാമത്താക്കട്ടെ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയതായ ഞങ്ങളെ അബ്ബുമ്മ, ഞങ്ങളെ സഹോദരന്മാർ, ഞങ്ങളെ കുടുംബക്കാർ, ഞങ്ങളെ റായത്തങ്ങ, ഞങ്ങളെ നിരക്കരങ്ങ, ഞങ്ങളെ സംഘടന പ്രവർത്തകന്മാർ അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകമായിട്ട് ചൊല്ലുള്ളത് ഞങ്ങളെ മദ്രസന പരിപാലന ഫണ്ട് അതുപോലെ കളക്ഷനും ഒരുപാട് ചിലവുള്ള വിഷയമായി തിക്കറ്. മദ്രസയിൽ ഒരുപാട് സ്റ്റാഫ്ക്ക് ഒരുപാട് ഉസ്താദ്മാരുള്ളാർ, ടീച്ചേഴ്സ്മാരുള്ളാർ എല്ലാവർക്കും ഞങ്ങൾക്ക് വേതന കൊടുക്കുന്നു, സാലറി എല്ലാം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടെത്തു അള്ളാഹുരെ ഈ ഒരു ദീനി രംഗ പടിപാട്ടതായ മദ്രസ, ആ മദ്രസ വിദ്യാഭ്യാസത്തിന് നിങ്ങൾ ധാരാളമായിട്ട് ചിലവാക്കുന്നു. അതുപോലെ ഉണ്ട് കളക്ഷനുണ്ട്, സഹായിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. أقيموا الصلاة.